ഹായ്, നമസ്കാരം. ഞാൻ സജിമോൾ, Xylem PSC മലയാളം ഫാക്കൽറ്റിയാണ്. മലയാളത്തെ സംബന്ധിച്ച് ഉദ്യോഗാർത്ഥികൾക്കിടയിൽ കാര്യമായിട്ട് ഒരു ആശങ്കയുണ്ട് എന്ന് തോന്നി. എന്താണ് ആശങ്ക എന്നതിലേക്കാണ് വരാൻ പോകുന്നത്. ഇനി ആരൊക്കെയാണ് നമ്മുടെ ഉദ്യോഗാർത്ഥികൾ? വർഷങ്ങളായി പഠനം ഒന്ന് ബ്രേക്കായി പോയവർ പലരും പറയുന്നുണ്ട്. 12 വർഷം 14 വർഷം പഠനകാലം കഴിഞ്ഞിരിക്കുന്ന വീട്ടമ്മമാരുണ്ട്. അതുപോലെ പ്രൊഫഷണൽ കോഴ്സ് പഠിച്ചിട്ട് വരുന്ന എഞ്ചിനീയറിംഗ്, അതുപോലെ മറ്റ് സയൻസ് ബാക്ക്ഗ്രൗണ്ടുകളിൽ നിന്നും PSC പഠനത്തിലേക്ക് വന്ന നമ്മുടെ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾ, ഇവർക്കൊക്കെയും മലയാളത്തെ സംബന്ധിച്ച്, കാരണം മലയാളം എന്ന സബ്ജക്റ്റുമായിട്ട് വർഷങ്ങളായി ഇവർക്ക് ബന്ധമില്ല. ഇനി PSC പരീക്ഷയിലേക്ക് വരുമ്പോൾ മലയാളത്തിന് നിർണായകമായ പങ്ക് വഹിക്കാനുമുണ്ട്. 10 മാർക്ക്, പലപ്പോഴും റാങ്ക് നിർണ്ണയിക്കുന്നതിൽ 10 മാർക്ക് നിർണായക സ്വാധീനമാണ്. ഇങ്ങനെയുള്ളവരെ കൺസിഡർ ചെയ്യാതെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു അധ്യാപിക എന്ന നിലയിൽ ഞാനും സംതൃപ്തയാവില്ല, അല്ലെങ്കിൽ ഞാനും സാറ്റിസ്ഫൈഡ് ആവില്ല. എങ്ങനെ നമുക്ക് ഇവരെ കൂടി കൈപിടിച്ചുയർത്താം? ആ രീതിയിലൊരു ഓറിയൻറ്റേഷനാണ് ഞാൻ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. തീർച്ചയായിട്ടും ആശങ്കപ്പെടേണ്ട ഒരാവശ്യവുമില്ല. മലയാളത്തിൻ്റെ തുടക്കം മുതൽ, ബേസ് മുതൽ ഈ പറഞ്ഞ ആളുകളെ കൂടി ഉദ്ദേശിച്ചുകൊണ്ട് നമ്മൾ മലയാള പഠനം ആരംഭിക്കുകയാണ്. നന്നായി മലയാളം പഠിച്ചവരും നന്നായി മലയാളം കൈകാര്യം ചെയ്യുന്നവരും നമ്മുടെ ഉദ്യോഗാർത്ഥികളായിട്ടുണ്ട്. അവർക്ക് എന്തായാലും 10 മാർക്ക് കിട്ടുമെന്നവർ ഉറപ്പിച്ച് തന്നെയാണ് ക്ലാസ്സിലിരിക്കുന്നത്. ഇനിയിപ്പോൾ മലയാളത്തിൽ പ്രാഥമികമായ അറിവില്ലാത്തവർക്ക് നമ്മൾ സന്ധി തുടങ്ങിയ കാര്യങ്ങളിലേക്ക് വരുമ്പോൾ കുറച്ച് ക്ലാസ്സുകൾ പ്രയാസമായി തോന്നാം. അങ്ങനെയുള്ളവർക്കായി യൂട്യൂബിൽ നമ്മൾ ക്ലാസ് ഇട്ടിട്ടുണ്ട്. വ്യഞ്ജനാക്ഷരങ്ങളെയും സ്വരാക്ഷരങ്ങളെയും പോലും പരിചയപ്പെടുത്തുന്ന ഏറ്റവും സിമ്പിളായിട്ടുള്ള വീഡിയോ ആണ്. അതുകൂടി കണ്ടൊന്ന് സെറ്റാക്കിയിട്ട് മറ്റ് ക്ലാസ്സുകളിലേക്ക് വരിക. ഇനി നമ്മൾ അഭിമുഖീകരിക്കാൻ പോകുന്ന LDC 2024, LP UP, യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ്, സബ് ഇൻസ്പെക്ടർ മെയിൻസ് തുടങ്ങിയ പരീക്ഷകളിലെല്ലാം 10 മാർക്കിന് മലയാളമുണ്ട്. ഈ മലയാളത്തിൽ ഫുൾ മാർക്കും സ്കോർ ചെയ്താൽ അതിൻ്റെ അർത്ഥം നമ്മൾ റാങ്കിലേക്ക് നടന്നെടുത്തു എന്ന് തന്നെയാണ്. ഇനി കേരള PSC എന്തൊക്കെയാണ് സിലബസിൽ, മലയാളം സിലബസിൽ നമുക്ക് തന്നിരിക്കുന്നതെന്ന് നോക്കാം. അതെങ്ങനെ പഠിക്കണം, എത്രത്തോളം സിസ്റ്റമാറ്റിക്കായിട്ട് മലയാള പഠനം പൂർത്തിയാക്കണം എന്ന് ചോദിച്ചാൽ നമുക്കറിയാം. LDCയിലും അതുപോലെ സബ് ഇൻസ്പെക്ടർ പരീക്ഷയിലും ഇപ്പോൾ വരാൻ പോകുന്ന യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് മെയിൻസിലും വ്യാകരണം ഇല്ല. വൊക്കാബുലറി, മലയാള ഭാഷ ഒരു ഉദ്യോഗാർത്ഥിക്ക്, ഒരു സർക്കാർ ഉദ്യോഗസ്ഥനെ എങ്ങനെ നന്നായി കൈകാര്യം ചെയ്യാം എന്നറിയുന്ന, അതളക്കുന്ന തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും കേരള PSC തരാൻ പോകുന്നത്. ഈ ക്വസ്റ്റ്യൻസിനെ അഭിമുഖീകരിക്കുമ്പോൾ പദശുദ്ധിയുണ്ട്, വാക്യശുദ്ധിയുണ്ട്, ഒറ്റപ്പദമുണ്ട്, ശൈലികൾ, പ്രയോഗങ്ങളുണ്ട്, ഘടകപദ ക്രമീകരണമുണ്ട്, പിരിച്ചെഴുത്തലും ചേർത്തെഴുത്തുമുണ്ട്, അതുപോലെ വിപരീത പദമുണ്ട്, സമാന പദമുണ്ട്. ഇതൊക്കെയും സ്വായത്തമാക്കാൻ ഏറെ സമയമൊന്നും വേണ്ട. വളരെ ചെറിയ ക്ലാസ്സുകളിലൂടെ അത്യാവശ്യം വീഡിയോ കണ്ട് സെറ്റാക്കി നിങ്ങൾക്കുള്ള സംശയങ്ങൾ ക്ലാസ് ടൈമിൽ ചിലപ്പോൾ ദൂരീകരിക്കാൻ പറ്റിയില്ലെങ്കിൽ തന്നെ ടെലഗ്രാം ചാനലിൻ്റെ ലിങ്ക് നമ്മൾ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. ടെലഗ്രാം ചാനലിലൂടെ നിങ്ങൾക്ക് സംശയങ്ങൾ ചോദിക്കാം. ഒട്ടും അകലെയല്ല അധ്യാപകർ. അപ്പോൾ മലയാള അധ്യാപികയായ ഞാൻ ഒട്ടും നിങ്ങൾക്ക് അകലെയല്ല. ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞു, ഒരുമിച്ചുള്ള യാത്രയാണ്. എന്തെങ്കിലും മനസ്സിലായില്ലെങ്കിൽ തുടക്കം മുതൽ തന്നെ ചോദിച്ചു പോകാം. ഇനി മറ്റൊരു കാര്യം, ഈ പഠനക്രമം എങ്ങനെയായിരിക്കണം? പദശുദ്ധി, വാക്യശുദ്ധി, ഒറ്റപ്പദം, വിപരീതം, ഇതിത്രയും ഒറ്റ സെഗ്മെന്റിലിട്ട് പഠിച്ച് കൂടിപ്പോയാൽ ഒരു 5-6 മണിക്കൂറുകൾ മാത്രം കൊടുത്തുകൊണ്ടുള്ള പഠനമായിരിക്കണം മലയാളത്തിൻ്റെ വൊക്കാബുലറി സെക്ഷന് കൊടുക്കാൻ. ഇനി വരുമ്പോൾ ശൈലികൾ, പ്രയോഗങ്ങൾ, പരിഭാഷ, ഇതിത്രയും പ്രോവെർബുകൾ, ഇഡിയം തുടങ്ങിയവയുടെ പരിഭാഷ ഉൾപ്പെടെയുള്ള കാര്യങ്ങളായിരിക്കും വരുന്നത്. കടങ്കഥ സിലബസിൽ നിന്നും എടുത്തു മാറ്റിയിട്ടുണ്ട്. കടങ്കഥ നമുക്കില്ല. നമുക്കുള്ളത് പ്രോവെർബ്, അതായത് ഇംഗ്ലീഷ് പ്രോവെർബുകളുടെ മലയാളം പരിഭാഷ, ഇംഗ്ലീഷ് ഇഡിയത്തിന് സമാനമായ മലയാളം പരിഭാഷ, ചില സ്റ്റേറ്റ്മെന്റ് ചോദ്യങ്ങൾക്ക് ഇംഗ്ലീഷ് സ്റ്റേറ്റ്മെന്റ് തന്നിട്ട് സമാനാർത്ഥം വരുന്ന മലയാള പരിഭാഷ തുടങ്ങിയ കാര്യങ്ങളാണ് മലയാളത്തെ സംബന്ധിച്ച് വൊക്കാബുലറി കണ്ടന്റിൽ നിന്നും വരുന്നത്. ഇനി വ്യത്യസ്തമായി കുറച്ച് ഡീപ്പ് എന്ന് തോന്നുന്ന 2 ഘടകങ്ങളാണ് പിരിച്ചെഴുത്ത്, ചേർത്തെഴുത്ത്, ഘടകപദ ക്രമീകരണം. ഇത് നിങ്ങൾ ഹൈസ്കൂൾ ക്ലാസ്സിലും UP ക്ലാസ്സിലും പഠിക്കുന്ന സന്ധി സമാസം എന്ന സെഗ്മെൻ്റാണ്. അതിനാണ് കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് നമ്മൾ പഠിക്കേണ്ടത്. ഇനി സൈലത്തിൻ്റെ തന്നെ ഒരു നല്ല
ഏറ്റവും വിശദമായ രീതിയിലുള്ള ഒരു സ്റ്റഡി മെറ്റീരിയൽ ഇറങ്ങുന്നുണ്ട്. അതിനകത്ത് ഈ പറഞ്ഞ ക്ലാസ്സുകളിൽ പഠിപ്പിക്കുന്ന കണ്ടന്റുകളുടെ അധിക വായനയ്ക്ക് സൈലത്തിൻ്റെ തന്നെ നിങ്ങൾക്ക് സ്റ്റഡി മെറ്റീരിയലും ഉപയോഗിക്കാവുന്നതാണ്. ക്ലാസ്സുകളിലൂടെ ഏറ്റവും ക്രിസ്റ്റൽ ക്ലിയറായി ഏറ്റവും നന്നായി മനസ്സിലാകുന്ന രീതിയിലാണ് ക്ലാസ് എടുക്കുന്നത്. തീർച്ചയായും മലയാളത്തെ സംബന്ധിച്ച് ഒരാശങ്കയ്ക്കും ഇട നൽകണ്ട. ഇനി LP UPയിലേക്ക് വരുമ്പോൾ ഇപ്പറഞ്ഞ വൊക്കാബുലറി കണ്ടന്റ് അല്ലാതെ തന്നെ LP UP പരീക്ഷയ്ക്ക് കുറച്ചുകൂടി ഡീപ്പായിട്ടുള്ള, കുറച്ചുകൂടി സമയം മാറ്റിവെക്കേണ്ടുന്ന ഒരു പരീക്ഷയാണല്ലോ അധ്യാപക പരീക്ഷ. അധ്യാപക പരീക്ഷയിലേക്ക് വരുമ്പോൾ കുറച്ച് കാര്യങ്ങൾ അധികമായി ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞത് 10ാം തരത്തിൽ നിന്നുകൊണ്ടുള്ള 10ാം ക്ലാസ്സിൻ്റെ മലയാള വ്യാകരണം കൂടി LP UPക്ക് ചോദിക്കും. എന്തിന്? ബോധനശാസ്ത്ര രീതി മലയാളത്തിലാണ്. ഇനിയിപ്പം നിങ്ങൾ കണക്ക് അധ്യാപകനോ സയൻസ് അധ്യാപകനോ ഹിസ്റ്ററി പഠിപ്പിക്കുന്ന അധ്യാപികയോ എന്തോ ആകട്ടെ, ക്ലാസ്സിലേക്ക് പോകുമ്പോൾ ഒരു അധ്യാപികയോ അധ്യാപകനോ കൈകാര്യം ചെയ്യേണ്ടത് മലയാള ഭാഷയാണ്. മലയാളമാണ് ബോധനശാസ്ത്ര രീതി എന്ന് പറയുന്നത്. അതിന് മലയാളം നന്നായി കൈകാര്യം ചെയ്യാൻ ഒരു അധ്യാപകനോ അധ്യാപികയ്ക്കോ അറിയണം. അത് കമ്പൽസറി ആയി കേരള PSC ഉദ്ദേശിച്ചുകൊണ്ടാണ് 10ാം തരം നിലവാരത്തിലെ മലയാളം കൂടി, പ്രായോഗിക വ്യാകരണം കൂടി നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. ഇനിയുള്ളത് പെഡഗോജിയാണ്. പെഡഗോജിയിൽ മലയാളത്തിൽ ഊന്നി നിന്നുകൊണ്ടുള്ളൊരു പഠനം കൂടി പെഡഗോജിയിലും ആവശ്യമാണ്. അതുകൊണ്ട് LP UPയിൽ കുറച്ചുകൂടി പീരീഡുകൾ അധികമായി വരും. പഠനം കുറച്ചുകൂടി എക്സ്റ്റെൻഡ് ചെയ്യേണ്ടതായിട്ടും വരും. എന്തായാലും പഠനം ക്രമീകരിക്കുമ്പോൾ ആദ്യം പറഞ്ഞ LDC മറ്റ് ഡിഗ്രി ലെവൽ പരീക്ഷകൾക്ക് അറ്റൻഡ് ചെയ്യുന്ന ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ച് വൊക്കാബുലറി പഠിച്ചാൽ മതിയാവും. ഇനി അല്ലാതെ പഠിക്കുന്നത് വചനവും അതുപോലെ തന്നെ നാമവും എന്ന കൺസെപ്റ്റ് മാത്രം. അത് വ്യാകരണമാണെങ്കിൽ കൂടി വൊക്കാബുലറി സ്ട്രോങ് ആക്കാൻ വചനവും നാമവും ആവശ്യമാണ്. ഇനി LP UPയുടെ കാര്യം ഞാൻ പറഞ്ഞു, അതുപോലെ LD മറ്റ് ഡിഗ്രി പരീക്ഷകളുടെ കാര്യവും പറഞ്ഞു. ഇത്രയും നമ്മൾ സിലബസ് സെറ്റാക്കി കഴിഞ്ഞാൽ പിന്നെ വേണ്ടത് 1 മാസമെങ്കിലും നീളുന്ന തരത്തിൽ, ഇനി വരുന്ന LD LP UP ആണ്. കാരണം യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് നമ്മൾ കഴിയുന്നിടത്തോളം മാരത്തോൺ തരുന്നുണ്ട്. സബ് ഇൻസ്പെക്ടർ മാരത്തോൺ നടന്നുകൊണ്ടിരിക്കുന്നു. ഇനി വേണ്ടത് എന്താ? മലയാള പഠനത്തിൽ പ്രീവിയസ് ഇയർ ചോദ്യം, മുൻകാല ചോദ്യങ്ങൾ വെച്ചുകൊണ്ടുള്ള നിരന്തരമായ പരിശീലനമാണ്. അത്തരത്തിൽ നിരന്തരമായ പരിശീലനം നടത്തുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം, ആവർത്തിച്ചുള്ള PSC ചോദ്യങ്ങൾ തന്നെ. മുൻ വർഷങ്ങളിൽ ചോദിച്ച പദശുദ്ധി, വാക്യശുദ്ധി, ഒറ്റപ്പദം, വിപരീതം, സമാനപദം എല്ലാം ആവർത്തിച്ച് ചോദ്യങ്ങളിലേക്ക് വരുന്നുണ്ട്. പക്ഷെ സിലബസ് സെറ്റാക്കിയിട്ട് മാത്രം മുൻകാല ചോദ്യങ്ങളിലേക്ക് പോവുക, അല്ലാതെ മുൻകാല ചോദ്യം മാത്രം വെച്ച് പഠിച്ചാലും മതിയാവില്ല. സിലബസ് സെറ്റാക്കിയിട്ട് കണ്ടന്റ് മുഴുവൻ ഹൃദിസ്ഥമാക്കിയതിന് ശേഷം മാത്രം മുൻകാല ചോദ്യങ്ങളിലേക്ക് പോവുക. അപ്പോൾ സൈലം ടീം ഒപ്പമുണ്ട്, മലയാളത്തിന് ഞാൻ ഒപ്പം തന്നെയുണ്ട്. എന്ത് സംശയം ഉണ്ടെങ്കിലും ടെലിഗ്രാം ചാനലിലൂടെയും വീഡിയോയുടെ കമൻ്റായിട്ടും നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ഓക്കെ, മലയാളം ഇപ്പോൾ ഏകദേശം മലയാളത്തെക്കുറിച്ചുള്ള ആശങ്ക മാറിയിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഓക്കെ.